നമസ്കാരം. ഗവൺമെന്റ് കോളേജുകളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റി സർക്കാർ നടത്തുന്ന പിൻവാതിൽ നടപടികൾ അടപടലം പൊളിയുന്നു. ഗവൺമെന്റ് കോളേജുകളിൽ UGC വ്യവസ്ഥ ലംഘിച്ച് നടത്തിയ പ്രിൻസിപ്പൽ നിയമനങ്ങൾക്ക് സർക്കാർ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. സർക്കാരിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ രംഗത്ത് വന്നിരിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു യോഗ്യത പോലും ഇല്ലാത്ത പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റുന്ന സർക്കാർ നടപടിക്കാണ് പൂട്ടുവീഴുന്നത്. മുൻപ് സർക്കാർ നേരിട്ട ചോദ്യം ചെയ്യലിൽ 30ഓളം ഗവൺമെന്റ് കോളേജുകളിൽ ഇഷ്ടക്കാരെ നിയമിക്കുന്നത് തടസ്സപ്പെട്ടിരുന്നു. അതിനെതിരെയാണ് പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് യോഗ്യതയില്ലാത്ത ഇടതു ബന്ധമുള്ള 7 പേരെ കൂടി നിയമിച്ചിരിക്കുന്നത്. ഇതിന് സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഈ സർക്കാർ വന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അടക്കം ഏറ്റവും കൂടുതൽ തിരികെ കയറ്റൽ നടന്നിട്ടുള്ളത്. അത് പ്രൊഫസർ മുതൽ ചിന്താ ജെറോമിന്റെ വാഴക്കുല വരെയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനെല്ലാം ഉത്തരം പൊതിച്ചോറ് മാത്രം. UGC വ്യവസ്ഥകൾ ലംഘിച്ച് പ്രിൻസിപ്പൽ പ്രൊഫസർ നിയമനവും പ്രമോഷനും നൽകുന്നത് ഇടത് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി UGC വ്യവസ്ഥ ലംഘിച്ച് ഉത്തരവിറക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് ജോലി നൽകുന്നു, സീറ്റുകൾ നൽകുന്നു. ഉറക്കമിളച്ച് പഠിക്കുന്നതിന് പകരം പിണറായിക്ക് സമരം വിളിച്ചാൽ മതി ജോലി കിട്ടാൻ എന്ന നയം കേരളത്തിൽ ട്രെൻഡായി മാറുകയാണ്. യോഗ്യതയില്ലാത്തവരുടെ പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രമോഷനുകൾ തടഞ്ഞ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ വി വിഘ്നേശ്വരിയെ സ്ഥലം മാറ്റിയതും ചർച്ചയായിരുന്നു. വിഘ്നേശ്വരിയുടെ നിലപാടിനെ മന്ത്രി പരസ്യമായി വിമർശിക്കുകയും ചെയ്തു. പുതിയ ഡയറക്ടർ വന്ന ശേഷം UGC യോഗ്യതയില്ലാത്തവർക്ക് കൂടി പ്രിൻസിപ്പൽമാരായും പ്രൊഫസർമാരായും പ്രമോഷൻ നൽകാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. 2022 ഇന്റർവ്യൂ കഴിഞ്ഞ് UGC യോഗ്യതയുള്ളവരായി വിദഗ്ധ സമിതി കണ്ടെത്തിയ 35 ഗവൺമെന്റ് കോളേജ് അധ്യാപകർക്ക് പ്രൊഫസറായി പ്രമോഷൻ നൽകിയിരുന്നു. വിഘ്നേശ്വരി അധ്യക്ഷയായ സമിതിയാണ് പ്രമോഷന് ശുപാർശ ചെയ്തത്. CPM അനുകൂല അധ്യാപക സംഘടനയിൽപ്പെട്ട ചിലർ അന്ന് അയോഗ്യരായി. അയോഗ്യരായവർക്ക് UGC നിയമന പ്രകാരം 1 വർഷം കഴിഞ്ഞ് വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കൂ എന്നും നിയമം വന്നു. എന്നാൽ 5 മാസത്തിനുള്ളിൽ പുതിയ വിദഗ്ധ സമിതി രൂപീകരിച്ച നേരത്തെ അയോഗ്യരായി കണ്ടെത്തിയവർക്കും പ്രൊഫസർ പദവി നൽകുകയായിരുന്നു. പാർട്ടിയുടെ ഇഷ്ടത്തിന് ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റാനായി സർക്കാർ ഗവർണർക്കെതിരെ കളിക്കുന്ന നാണം കെട്ട കളിയും ചർച്ചയാണ്. ഗവർണറെ തള്ളി പിൻവാതിൽ നിയമനം നടത്താൻ അധികാരം പിടിച്ചു വാങ്ങാനാണ് സർക്കാരിന്റെ ശ്രമം. UGC അംഗീകൃത ജേണലുകൾക്ക് പകരം നിലവാരമില്ലാത്ത മാസികകളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ കൂടി കണക്കിലെടുത്താണ് 90 പേർക്ക് പ്രമോഷൻ നൽകിയിരുന്നത്. പ്രിൻസിപ്പൽ ആകുന്നതിന് 15 വർഷത്തെ അധ്യാപന പരിചയം വേണമെന്ന UGC വ്യവസ്ഥയുണ്ടായിരുന്നു. എങ്കിലും ഡെപ്യൂട്ടേഷനിൽ അനധ്യാപക പദവികളിൽ സേവനം ചെയ്ത കാലം കൂടി അധ്യാപന പരിചയമായി കണക്കാക്കാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതോടെ സർക്കാർ കോളേജുകളിൽ പാർട്ടി നേതാക്കളെയും നേതാക്കന്മാരുടെ ബന്ധുക്കളെയും തിരികെ കയറ്റുന്ന സർക്കാർ നടപടി ഇനിയെങ്കിലും നിർത്തണമെന്ന ആവശ്യം ശക്തമായി വരികയാണ്.